ഈ ഫീൽഡിനെ പറ്റി അധികം ആർക്കും ധാരണയില്ലേ? അപ്പൊ ഞാൻ തന്നെ ഈ അടുത്താണ് ഈ CNC പറ്റിയൊക്കെ കേൾക്കുന്നത്. അപ്പൊ അധികം ആർക്കും ധാരണയില്ലാത്ത എന്തുകൊണ്ടായിരിക്കാം? സത്യത്തില് ഇതിന്റെ ഈ ഓപ്പറേറ്റർ തസ്തികകൾ കേരളത്തിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് CNC മെഷീൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ അടുത്താണ് കുറച്ചൊക്കെ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ മരത്തിൽ കൊത്തുപണി ചെയ്യുന്ന മെഷീൻ അടക്കം ഇപ്പോൾ തൃശ്ശൂരൊന്നും വന്നിട്ട് ഒത്തിരി കൊല്ലങ്ങളായിട്ടില്ല. അപ്പോൾ ഇതിന്റെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നത് പലപ്പോഴും പുറമേയുള്ള സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ JCB ഇവിടെ കാണുന്ന പോലെ CNC മെഷീൻ കണ്ടിരുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു വർഷം 50ഓ 100ഓ കുട്ടികൾ പഠിച്ച് ഇറങ്ങുന്ന കുട്ടികളായിരിക്കും ആ ഫീൽഡിലേക്ക് പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ബൾക്കായിട്ട് അതിന് മേലേക്ക് വിടാനായിട്ടുള്ള സാധ്യത നമുക്ക് ഈ ഫീൽഡിലുണ്ട്. കാരണം വേൾഡ് ഭയങ്കര ഓപ്പണായി. അപ്പോൾ അത്രയ്ക്കും നമുക്ക് ഓപ്പണായിട്ട് കുട്ടികളെ വിടാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിൽ പല കുട്ടികളും എന്താ പ്രശ്നം, ഇപ്പോൾ IT പോളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾ പോകേണ്ട മേഖലയാണ്. പക്ഷെ അവരുടെ പ്രശ്നം ചില ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും പലപ്പോഴും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു തൽക്കാലം ഒരു ജോലിക്ക് കയറിയിട്ട് എന്തെങ്കിലും കാശുണ്ടാക്കുക എന്നുള്ള ലെവലിലേക്കാണ് എപ്പോഴും ചിന്തിക്കുക. കാരണം ആ പ്രായത്തിൽ എപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യം എങ്ങനെ ഇവിടുത്തെ കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളതാണ്. ജോലിയും കരിയർ രണ്ട് കാര്യമാണ്. നിങ്ങളൊരു തസ്തികയിൽ കയറിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കയറുമ്പോൾ അതൊരു ജോലിയല്ല, കരിയറാണ്. ഒരു താഴേക്കുള്ള ഒരു കോൺസ്റ്റബിൾ ആയിട്ട് കയറിയാൽ നിങ്ങൾ പതുക്കെ പതുക്കെ അതിങ്ങനെ സ്റ്റേജ് കയറി ഒരു കൺഫേർഡ് IPS വരെ വരാവുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒരു കോൺസ്റ്റബിൾ ചിലപ്പോൾ എത്തിയെന്ന് വരും. അല്ലെങ്കിൽ ഒരു SIക്ക് എത്താവുന്ന തലങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കരിയറാണ്. അതായത് ജോബിൽ നമുക്കതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. തൊഴിൽ അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് തൊഴിൽ കയറിയാൽ ഒരു പ്യൂൺ തൊഴിൽ കയറിയാൽ ഇപ്പോൾ അവിടെ തന്നെ നിൽക്കേണ്ട ചില തൊഴിലായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിന്റെ സ്റ്റാഫ് ഒരിക്കലും ഒരു എന്താ പറയുക ഹയർ ലെവലിലേക്ക് വരണമെന്നില്ല. അതൊരു തൊഴിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പല മേഖല ഇപ്പോൾ ക്ലർക്കായിട്ട് കയറുന്ന ആൾക്ക് അങ്ങനെയല്ല. ഇയാൾ കയറി സൂപ്പർ ഉണ്ടാവും. കാരണം അതൊരു കരിയറാണ്. ഇവിടെയും ഈ കരിയറിലേക്ക് പോകാനായിട്ടുള്ള കുട്ടികൾ വളരെ കുറവാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നമുള്ളത്. അപ്പോൾ കരിയർ പോകണമെങ്കിൽ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് പോകണം. അപ്പോൾ അത് പഠിച്ചു പോകുന്ന കുട്ടികളൊക്കെ ഒരുപാട് നല്ല ലെവലിൽ എത്തുന്നുണ്ട്. പക്ഷെ പല കുട്ടികളും ഈ കോഴ്സ് പഠിക്കാതെ പോയി കഴിയുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ മെഷീൻ്റെ അവിടുത്തെ നിന്നിട്ടുള്ള ജോലിയൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഒരു തിരിച്ചു പോരുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തക്കടത്തരയുടെ പണികളൊക്കെ ചെയ്തിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് എക്സ്പ്ലോർ ആവുന്നത്. ഇനി മികച്ച തൊഴിലിന് മികച്ച പരിശീലനം. CAD ലാബ്, ബെസ്റ്റ് കരിയർ ആഫ്റ്റർ us.